ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം വായിക്കാം. രാമ രാമ നമസ്തേ നമോസ്തുതേ കാമദായക നാരായണ ഹരേ സീമയില്ലാത്തൊരാനന്ദമൂർത്തേ എന്നാമയം തീർത്തു രക്ഷിക്ക സർവദാ. രാമ രാമ നമസ്തേ നമോസ്തുതേ കാമദായക നാരായണ ഹരേ സീമയില്ലാത്തൊരാനന്ദമൂർത്തേ എന്നാമയം തീർത്തു രക്ഷിക്ക സർവദാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീരാമ ഭഗവാൻ സീതയുമായി കുറച്ച് നാൾ ഈ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ചിരകാലം എനിക്കിവിടെ കഴിയാൻ ആഗ്രഹമുണ്ട്. സീതയും ഞാനും കൂടി കഴിയാനുള്ള ഒരു പ്രത്യേക ഇടം എവിടെയാണെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞതനുസരിച്ച് മഹർഷി പറഞ്ഞു, ഈ ലോകം മൊത്തവും അങ്ങയുടെ അല്ലേ, പരമാത്മാവല്ലേ, ഈ സർവ്വസൃഷ്ടിയിലും പരമാത്മാവല്ലേ, എല്ലാത്തിലും. അപ്പം പ്രത്യേകിച്ച് എവിടാ പറയാനുള്ള കാരണം സർവ്വതും പരമാത്മാവിൻ്റെ. അവിടെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും വിശേഷണ ചോദിക്കൊണ്ട് സീതയോടും കൂടി കഴിയാനും വിശേഷണ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയുള്ള ഭക്തന്മാരെന്നാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അവസാനം നമ്മൾ വായിച്ചത് സന്തത അഭ്യാസം, സന്തതം എപ്പോഴും അഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം ത്വൽപാദ സേവാര്യതാത്മനാം. എപ്പോഴും അഭ്യാസമായിട്ടിരിക്കണം. എന്താ? ധ്യാനയോഗം. ഒരു യോഗിയായി പരമാത്മാവിൽ ലയിച്ചിരിക്കുക. ദൃഢീകൃത ചേതസ, മനസ്സ് അത്രത്തോളം ദൃഢമായ അതിനെന്താ പറയുക, ഈശ്വരനുമായി ചേർന്നിരിക്കാൻ അത്രമാത്രം ഉറച്ച മനസ്സ്, ദൃഢമായ മനസ്സോടി സന്തതം എപ്പോഴും ത്വൽപാദസേവ രഥാത്മന. അങ്ങനെ പരമാത്മാവിൻ്റെ പാദസേവനായിട്ട് നിൽക്കുന്ന ഒരു ഭക്തൻ ഇപ്പോൾ രതിക്കും. രഥാത്മന, നമ്മുടെ ആത്മാവിനെ രമിക്കുക. അങ്ങനൊരു ഭക്തനായിരിക്കണം. അവിടെ സന്തതം ത്വന്നാമ മന്ത്ര ജപ ശുചി സന്തോഷം ചേതസാം ഭക്തി ദ്രവാത്മന. അപ്പോൾ അവിടെ ഭക്തി കൊണ്ട് നമ്മുടെ ഉള്ളം ദ്രവിക്കും. എന്താ? ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. സന്തതം ത്വന്നാമ മന്ത്രം, പരമാത്മാവായ ശ്രീരാമൻ്റെ നാമമന്ത്ര മഹിമ, ആ അപ്പോൾ എല്ലാ ഹൃദയശുദ്ധി വന്ന് സന്തോഷമായ മനസ്സോടുകൂടി ചേതസ്, സന്തോഷ ചേതസാം ഭക്തി ദ്രവാത്മനം, ഭക്തി കൊണ്ട് ദ്രവാത്മനം ഉണ്ടാവും. നമ്മുടെ ആത്മാവിൽ രമിച്ച് എന്തോ പറയാ, അതിന് ബാഷ്പാകുല എല്ലാം കൂടെ ചേർന്ന് ഭക്തിയും ഹൃദയശുദ്ധിയും വിശ്വാസവും ഭഗവാനോട് ചേർന്ന് ലയിക്കുന്ന ഒരവസ്ഥ, ഒരാനന്ദ നിർവൃതി, അതിന് ദ്രവാത്മനമെന്ന് പറയുന്നത്. ആ ഒരു അനുഭൂതി വരുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇതെന്താണ് ദ്രവാത്മനമെന്ന്. അങ്ങനെ ഉള്ളവരുടെ അന്തർഗതനായി വസിക്ക നീ സീതയാ. സീതയോടും കൂടി ശ്രീരാമ ഭഗവാന് അന്തർഗതനായ അങ്ങനെ ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ, അന്തരംഗത്തിൽ, ഉള്ളിൽ വസിക്കാം. കാരണം ലോകം മൊത്തം പരമാത്മാവിൻ്റെ തന്നെയാണ്. അവിടെ പിന്നെ എവിടെ വസിക്കണമെന്ന് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ ആ ലോകം, ത്രിലോകവും അങ്ങ് തന്നെയാണ്. അതിലെ സൃഷ്ടികളെ മൊത്തവും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോൾ പിന്നെ എന്താ ഇത് പ്രത്യേകിച്ച് എങ്ങനെയുള്ള ഒരു ഭക്തൻ്റെ ഹൃദയം എന്നാണ് അവിടെ ചോദ്യം. അപ്പോൾ വാൽമീകി പറഞ്ഞു, ഇങ്ങനെ ഉള്ള ഒരു ഭക്തൻ്റെ അന്തർഗതനായി വസിക്ക നീ സീതയാ, സീതയോടും കൂടി വസിക്കാം. ചിന്തിത ചിന്താമണേതയാ വാരിധേ, അങ്ങനെ പറഞ്ഞു. നമുക്ക് ഇന്നലെ നമ്മൾ വായിച്ച ഇവിടം വരെ ആയിരുന്നു. എന്നിട്ട് അതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ ഇന്നലെ ഇത് വായിക്കാത്തവർക്ക് അതിനെപ്പറ്റി പിടികിട്ടത്തില്ല. അത് നമ്മൾ എടുത്തിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അതിനു മുമ്പ് ഒരുപാട് ഭക്തന്മാരുടെ ഹൃദയങ്ങളെ പറ്റി പറഞ്ഞു. അതൊക്കെ ഒരു ഭക്തൻ ഉണ്ടാകുന്ന കാര്യം. ഒരു ഭക്തന് ഇന്ന രീതിയിലാണെന്നല്ല അത് എടുത്ത് അത് ഉള്ളവർക്ക് സന്തോഷിക്കാം. ഇത് വായിക്കുന്നതോറും സന്തോഷിക്കുക, ആനന്ദിക്കുക. അങ്ങനെയാണല്ലോ
ഒരു ഭക്തൻ അങ്ങനെ ആയിത്തീരുമ്പോൾ അത് വായിക്കുമ്പോൾ എത്ര അനുഭൂതിയാ വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു സന്തോഷം അങ്ങനെ ആണെങ്കിൽ. അപ്പോൾ കർണ അമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിൻ ആർക്കും ആവതുമല്ലല്ലോ. ഇത് കേൾക്കുന്ന ഭഗവാന്റെ നാമമഹിമ അത്ര മാഹാത്മ്യമാണ്. അത് കർണ അത് കേൾക്കാനത് അമൃതമാണ്. അങ്ങനെയുള്ള അമൃതാകുന്ന പരമാത്മാവിൻ്റെ ആ നാമം വർണ്ണിപ്പാൻ ആർക്കും ആവതല്ലല്ലോ എന്നിവിടെ വാൽമീകി മഹാമുനി പറയുന്നു. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. അത്ര മഹിമയേറിയ ശ്രീരാമനാമം കൊണ്ടാണ് ഞാനിവിടെ ബ്രഹ്മമുനിയായി ചമഞ്ഞത്. ഇവിടെ വാൽമീകി അതിനു മുമ്പ് ഒരു കള്ളന്മാരുടെ കൂടെ കൂടി ദുഷ്കർമ്മങ്ങൾ ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ചിന്മയനായ പരമാത്മാവിനെ ശ്രീരാമ ഭഗവാന്റെ നാമമഹിമ കൊണ്ട് രാമരാമേരി എന്നുള്ള നാമം കൊടുത്തു സപ്തർഷികൾ. അതുകൊണ്ട് ആ മഹിമ കൊണ്ട് ബ്രഹ്മമുനിയായി ചമഞ്ഞത് ഞാൻ. അപ്പോൾ നമുക്ക് ഓർക്കണം, ഇങ്ങനെ വന്ന് നമ്മൾ ദിവസേന ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും രാമരാമ നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നാൽ നമുക്കും ഒരു ബ്രഹ്മമുനിയായി മാറാം. അങ്ങനെയാണ് ഇദ്ദേഹം അങ്ങനെ ആയത് എന്ന് പറഞ്ഞു. ഇത് ഭഗവാനോട് വാൽമീകിയുടെ അവസ്ഥ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു, ദുഷ്കർമ്മിയായിരുന്നു. ആ ശ്രീരാമ മഹിമ ഭഗവാന്റെ നാമമഹിമ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ബ്രഹ്മമുനിയായി ഇങ്ങനെ ചമഞ്ഞ് ആയത്. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദകൾ ചെയ്തേൻ പലതരം. നിർമര്യാദകൾ ഒരുപാട് മര്യാദകൾ ചെയ്തു പോയി. പുരാ മുൻപ്, അതായത് ഈ ബ്രഹ്മമുനിയായി ചമയതിന് മുന്നേ അദ്ദേഹം അദ്ദേഹം അത്രമാത്രം ദുഷ്കർമ്മങ്ങൾ ചെയ്ത് കിരാതന്മാരുമായി കാട്ടാളന്മാരുമായി, അതായത് കാട്ടാളനാണല്ലോ ദുഷ്കർമ്മം ചെയ്യുക വനത്തിൽ, അതാന്ന് തോന്നുന്നു കിരാതന്മാർ, അർത്ഥം ഇതിലില്ല. കിരാതന്മാരുമായി മുമ്പ് നിർമര്യാദകൾ മര്യാദ ഇല്ലാതെ ചെയ്തു. ആർക്കുമുള്ള എന്തും ചെയ്യാൻ ഒരു മടിയും കൂടാതെ ചെയ്യുന്നു, ഒരു മര്യാദ ഇല്ലാതെ ചെയ്തു പോയി. അങ്ങനെ ചെയ്തേൻ പലതരം എന്ന് ഭഗവാനോട് പറയുവാണ്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആയി, ഞാൻ ഇങ്ങനെ ആയിരുന്നു മുമ്പ്, ഞാൻ ഇത്രമാത്രം ദുഷ്കർമ്മം ചെയ്തു പോയി, പലതരത്തിൽ ചെയ്തു പോയി. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ജന്മമാത്ര ദ്വിജത്വം, കാരണം അയാൾ ഈ ദുഷ്കർമ്മം ചെയ്യുന്നതിന് മുന്നേ അല്പം ദ്വിജത്വമൊക്കെ ഉണ്ടായിരുന്നു, നല്ല പ്രവൃത്തികളൊക്കെ ഉണ്ടായിരുന്നു. അത് മുന്നേ ഉള്ളതും കൂടെ ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു. എന്താ കാരണം? ഭാര്യയും മക്കളൊക്കെ ആയപ്പോൾ അതിനോടങ്ങ് ചേർന്ന് ഒരു ശൂദ്ര സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത്. കാരണം ഇതിനെപ്പറ്റി യാതൊരു വെളിവും ഇല്ലാത്തവരാണ് ശൂദ്ര സ്ത്രീകൾ എന്ന് പറയുന്നത്. നമ്മുടെ ജാതിയല്ലത്. പിന്നെ ഈ ആത്മജ്ഞാനങ്ങളൊന്നും തന്നെ അറിയാതെ ഈ മൃഗങ്ങളെ പോലെ തിന്നും കുടിച്ചും ഉറങ്ങിയും കിടക്കുന്ന, കാരണം ഈ ആത്മതത്വം ഒന്നും അങ്ങനെയുള്ള അറിവില്ലാത്തവരാണ് ശൂദ്ര സ്ത്രീകളെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരോടെ കൂടിയാൽ എന്ത് വരും? ഉള്ളതുകൂടെ നശിച്ചു പോകും. അല്പമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയുള്ള സ്ത്രീയോടെ കൂടുമ്പോൾ പിന്നെ മക്കളും അങ്ങനെയുള്ള ദുരിതങ്ങളായി മാറും. മക്കൾ ഒരുപാടങ്ങ് ആവുകയും ചെയ്യും, ഒരു വിവരമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയി വരുമ്പോൾ ദുഷ്കർമ്മങ്ങളേറെ ചെയ്യും. കാരണം ജീവിക്കണ്ടേ, വിശക്കത്തില്ലേ, വസ്ത്രം വേണ്ടേ, ഉടുക്കണ്ടേ, ഇങ്ങനെ ദുഷ്കർമ്മങ്ങൾ വിശക്കത്തിന് ജന്തുക്കളെയും കൊന്ന് ആരുടെയും പിടിച്ചു പറിച്ച് ഇങ്ങനെയെല്ലാം കള്ളന്മാരുടെ കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളത്, എനിക്ക് ജനിച്ച സമയത്ത് എൻ്റെ പാരമ്പര്യമായിട്ട് അല്പമൊക്കെ എനിക്ക് ജന്മമാത്രം ജനിച്ചപ്പോൾ അല്പമൊക്കെ ഉണ്ടായിരുന്നത് കൂടെ എല്ലാം കളഞ്ഞു കുളിച്ചിട്ടാണ് ഈ ദുഷ്കർമ്മമായി മാറിയത്. ശൂദ്ര സമാചാര തൽപരനായ ഒരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം. ശൂദ്ര സമാചാര തൽപരനായി, അപ്പം ഇത്രമാത്രം ഒരു വിവരമില്ലാത്ത ഒരു താല്പര്യത്തോടു കൂടി അത് ശൂദ്ര സ്ത്രീയെ കൂടെ ആയപ്പോൾ അങ്ങനെ ചേർന്ന് പോയി, അങ്ങനെ വസിച്ചേൻ ചിരം. ഒരുപാട് നാളിന് അങ്ങനെയായിപ്പോയി. പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രവം ചോരന്മാരോടു കൂടെ ചേർന്ന് നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. ഇങ്ങനെ പുത്രരൊക്കെ ഒരുപാടങ്ങായി. അപ്പം നിസ്ത്രവം കള്ളന്മാരോട് കൂടെ ചേർന്നിട്ട് നിത്യവും ഇങ്ങനെ ചോരനായി കള്ളനായി വില്ലും അമ്പൊക്കെ ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു കൊന്ന്. ജന്തുക്കളെയൊക്കെ കൊന്ന് അവർക്ക് മക്കൾക്കും ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്ത് തിന്നും കുടിച്ചും മറ്റ് പിന്നെ മഹർഷിമാരുടെയൊക്കെ പിടിച്ചു പറിച്ചും ഭക്തന്മാരുടെയൊക്കെ പിടിച്ചു പറിച്ചും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയി.
എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോട് അത്ര മുനീന്ദ്ര വനത്തിൽ നിന്ന് ഏകതാ സപ്തമുനികൾ വരുന്ന അത് കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. ഒരു വിവരമില്ലാതെ അജ്ഞാനി, മൂഢൻ വെച്ചാൽ ഒരു വിവരമില്ലാതെ അജ്ഞാനം, അറിവില്ലായ്മ കൊണ്ട് സപ്തമുനികൾ ഇതുപോലെ വന്നു വനത്തിൽ. അപ്പോൾ അവരുടെ അടുക്കൽ ഞാൻ ചെന്നു. എത്ര വസ്തു ഞാൻ പറിച്ചേൻ, ഒരുപാട് ജനങ്ങളുടെ, ദ്വിജന്മാരുടെ, ബ്രാഹ്മണരുടെ എല്ലാം ഞാൻ പിടിച്ചു പറിച്ചു. ദ്വിജന്മാരുടെ അത്ര മുനീന്ദ്ര വനത്തിൽ നിന്ന് ഏകതാ സപ്തമുനികൾ അങ്ങനെ നിന്നപ്പോൾ സപ്തമുനികൾ, മഹർഷി സപ്തർഷികൾ വന്നു. അപ്പോൾ അവരുടെ അടുത്ത് അവരെ കണ്ടപ്പോൾ ഞാൻ അത്ര വേഗേന ചെന്നേൻ, അവരുടെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. എന്തിനാ? അവരുടെ 7 പേരുണ്ട്. ആ സപ്തർഷികളുടെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ എന്ന് കരുതി. അവരുടെ ഈ പാണ്ടക്കെട്ടൊക്കെ കാണുമല്ലോ, അത് എന്തെന്നൊന്നും അയാൾക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം, വസ്ത്രാദികൾ പറിച്ചിടുവാനായിട്ട് വസ്ത്രങ്ങൾ, ഈ സപ്തർഷിയുടെ വസ്ത്രങ്ങളാണ് ഈ പാണ്ടക്കെട്ട് പോലെ കെട്ടി ഇങ്ങനെ തോളിലിട്ടേക്കെന്ന് തോന്നുന്നു, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഉള്ളതെല്ലാം പിടിച്ചു പറിക്കാനായിട്ട് മൂഢനായി. ഇപ്പം അദ്ദേഹത്തിനറിയാം അന്ന് മൂഢനാണെന്ന്. കാരണം ഇപ്പം അങ്ങനെ അത്ര ഒരു ബ്രഹ്മർഷിയായില്ലേ വാൽമീകി. ഇപ്പോഴല്ലേ ശ്രീരാം ഭഗവാനോട് പറയുന്നത് പണ്ടിങ്ങനെ ആയിരുന്നു എന്ന്. അതുകൊണ്ട് അന്ന് ഞാനിങ്ങനെ ബ്രഹ്മർഷികളെ, സപ്തർഷികളെ കണ്ടു. 7 മുനിമാർ അവരെ വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെന്ന് വസ്ത്രങ്ങളെല്ലാം പിടിച്ചു പറിക്കാൻ മൂഢനായി, അറിവില്ലാതെ, അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്. അവരെങ്ങനെയുള്ളവരായിരുന്നു ഈ സപ്തർഷികൾ? മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ, നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജന ഘോര മഹാവനെ ദൃഷ്ട്വാ സസംഭ്രമം എന്നോട് അരുൾ ചെയ്തു. അവരെ കണ്ടാൽ മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികളാണ് ബ്രഹ്മർഷികൾ, സപ്തർഷികൾ. മാർത്താണ്ഡ വെച്ചാൽ ആദിത്യ ഭഗവാൻ എങ്ങനെയാ? മധ്യാഹ്ന സമയത്ത്, നട്ടുച്ച സമയത്ത്, രാവിലെയൊക്കെ നമുക്ക് ആദിത്യ ഭഗവാനെ ഒന്ന് നോക്കാൻ പറ്റും. മധ്യാഹ്നത്തിലായി നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഈ സപ്തർഷികളെ നോക്കാൻ പറ്റാത്ത തേജസ്സായിരുന്നു. എന്താ? മധ്യാഹ്ന അർക്കൻ. അപ്പോൾ നമുക്ക് സൂര്യനെ നോക്കാൻ പറ്റുമോ? അതുപോലെ തേജസ്സായിരുന്നു ഈ മഹാത്മാക്കളായ സപ്തർഷികൾക്ക്. അങ്ങനെയുള്ള മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ, നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം. കാരണം അങ്ങനെയുള്ള തേജസ്വരൂപികളുടെ അടുക്ക് നിർദ്ദയം, ഒരു ദാക്ഷിണ്യമില്ലാതെ, ഒരു സ്നേഹമില്ലാതെ, ദയയില്ലാതെ പ്രാപ്തനായ ദുഷ്ടനാം, ഞാനങ്ങനെ ദുഷ്ടനായിരുന്നു. ഒരു ദയവില്ലാതെ അവരുടെ അടുക്കലേക്ക് പിടിച്ചു പറിക്കാൻ ചെന്നു. വിദ്രുതം നിർജ്ജന ഘോര മഹാവനി ദൃഷ്ടുവ, അത് കണ്ടു. സസംഭ്രമം എന്നോട് അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് പിടിച്ചു പറിക്കാൻ ചെന്നപ്പോൾ അവർ വിദ്രുതം പെട്ടെന്ന് എന്ത് പറഞ്ഞു? ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ദൃഷ്ടുവ സസംഭ്രമത്തോട് പെട്ടെന്ന് തന്നെ സംഭ്രമിച്ച് എന്നോട് അരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്ര കിം തുഷ്ടമതേ പരമാർത്ഥം പറകന്ന്. അതായത് തിഷ്ടതിഷ്ട, നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? മുനിമാര് സപ്തർഷികൾ വന്നപ്പോൾ അവരുടെ അടുക്കളേക്ക് ഓടി ചെന്ന് പിടിച്ചു പറിക്കാൻ ചെന്നപ്പോൾ അവർക്ക് തോന്നി, എന്തിനു വരുന്നു? നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? തിഷ്ടതിഷ്ട, അതായത് നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? അത്രയ്ക്കും തിഷ്ടതിഷ്ട ത്വയാ കർത്തവ്യ അത്രയ്ക്കും, നീ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? ദുഷ്ടമതേ, അതായത് ഈ വാൽമീകിയെ പറയാ, ദുഷ്ടമതേ പരമാർത്ഥം പറക, നീ എന്ത് ചെയ്യാൻ പോകുന്നു ഇവിടെ? നീ പരമാർത്ഥം പറയൂ. തുഷ്ട്യാ മുനിവരന്മാർ അരുൾ ചെയ്തപ്പോൾ അങ്ങ് സന്തോഷത്തോടാണ് മുനിവരന്മാർ പറയുന്നത്, നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു ദുഷ്ടമതേ എന്ന് ചോദിച്ചപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവകളോട് ഇഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനാണ് നൃപാത്മജൻ, ശ്രീരാമൻ. അങ്ങനെയുള്ള നൃപാത്മജ, ഞാൻ എൻ്റെ സത്യം, ഇഷ്ടം, മതീയം ഞാൻ പറഞ്ഞു. നിഷ്ഠുരാത്മാവായ ഞാനും, കാരണം ഒരു ഭക്തിയോ ഒന്നും ഇല്ലാത്ത നിഷ്ഠുരാത്മാവെന്ന് വെച്ചാൽ അവർ പരമാത്മാക്കളാണ് ഈ സപ്തർഷികൾ. പക്ഷേ അതല്ലാത്ത നിഷ്ഠുരാത്മാ, ഒരു ഭക്തിയോ വിശ്വാസമോ ഒന്നുമില്ലാത്ത ഞാൻ, നിഷ്ഠുരാത്മാവായ ഞാനും മുനിമാരോട് പറഞ്ഞു, ഇഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ, ഞാൻ എൻ്റെ കാര്യം അവരോട് പറഞ്ഞാൽ എന്തിനാ വന്നതെന്ന് അവർ പറയുന്ന കേൾക്കാം. പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും, മഹാത്മാക്കളോട് പറയുവാണ് ഞാനിവിടെ പിടിച്ചുറയ്ക്കാൻ വന്നത് തന്നെ. പക്ഷേ എൻ്റെ വിഷമങ്ങൾ കാരണം എൻ്റെ ഇഷ്ടം മതീയം, ഞാൻ എന്തിനാ വന്നതെന്ന് നൃപാത്മജ ഞാൻ പറഞ്ഞു. കാരണം ഇവിടെ ഇപ്പോഴും പറയുമ്പോൾ അദ്ദേഹം വാൽമീകി മഹർഷിയാണ്, അതൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഭഗവാനോട് ചെന്നപ്പോൾ പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ സപ്തർഷി വന്നു, അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു പറിക്കാൻ ചെന്നപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ പോകുന്നു?
അപ്പോഴേ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നൃപാത്മജ, ശ്രീരാമ ഭഗവാനെ, ദശരഥ മഹാരാജാവിൻ്റെ പുത്രനെയാണ് നൃപാത്മജ എന്ന് പറയുന്നത്. ശ്രീരാമ, പുത്രധാരാദികളുണ്ടെനിക്ക് എത്രയും പീഡിതന്മാരായിരിക്കുന്നു. വിശപ്പും ദാഹവും കഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ മക്കൾ. ഒത്തിരി മക്കൾ, എനിക്ക് പുത്രധാരാദികളുണ്ട്. എനിക്ക് എത്രയും ഒത്തിരി മക്കളും ഭാര്യയൊക്കെ ഉണ്ട്. എൻ്റെ കഷ്ടപ്പാട് ഞാൻ അവരോട് പറയുവാണ്. ഈ സപ്തർഷികളോട് പണ്ട് പറഞ്ഞ കാര്യം പറയുന്നു. അവർ വിശപ്പും ദാഹവും കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്, പീഡിതരായിരിക്കുകയാണ്. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. ഈ കുട്ടികൾക്കും ഭാര്യയ്ക്കൊക്കെ എന്തെങ്കിലും വൃത്തി അന്നുള്ള കാര്യങ്ങൾ നിറവേറ്റി പോകണ്ടേ? അതിനിവിടെ പോകുന്ന വഴിപോക്കരെന്നെല്ലാം ഞാൻ പിടിച്ചു പറിച്ച് ജീവിക്കുകയാണ്. നിങ്ങളോടും ഗ്രഹിച്ചിരണം. ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ സപ്തർഷികളായ മഹാത്മാക്കളിൽ നിന്നും പിടിച്ചു പറിച്ച് വല്ലതും വാങ്ങിച്ച് കൊണ്ടുപോകാൻ പിടിച്ചു പറിച്ചെങ്കിലല്ലേ അവർ കൊടുക്കൂ. ആരായാലും അവർ നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാനിത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാനായിട്ട് ഞാൻ വേഗേന വന്നതാണ് മഹർഷിമാരുടെ അടുത്തേക്ക്. സ്വന്നാർ മുനിവരന്മാർ അത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്ത് സാദരം. അത്ര ഞാൻ പറഞ്ഞപ്പോൾ, ഇത് ശ്രീരാമഭഗവാൻ ഇപ്പോൾ പറയുന്ന കാര്യമാണ്, അന്നത്തെ കാര്യം. അപ്പോഴും മുനിവരന്മാർ പറഞ്ഞു, കേട്ടിട്ട് പറഞ്ഞു എന്നോട് മന്ദസ്മിതം ചെയ്ത് സാദരം. കാരണം എന്താ, അവർക്ക് പുഞ്ചിരി തോന്നും, അത്ര സന്തോഷം. കാരണം മക്കൾ കുറേ ആവുമ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പിതാവിനുണ്ടാവുമല്ലോ. അപ്പോൾ അത്രമാത്രം ദോഷം ചെയ്തെങ്കിലേ നേരെ ആരും കൊടുക്കുമോ ചോദിച്ചാൽ. അപ്പോൾ പിടിച്ചു പറിച്ചേ പറ്റൂ. കാരണം കുഞ്ഞുങ്ങൾ വിശന്ന് നടക്കല്ലേ, മക്കളും ഭാര്യയൊക്കെ ഒത്തിരി ഇല്ലേ. അപ്പോൾ അത്രമാത്രം വിഷമമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഈ മഹർഷിമാർ, അവർക്കും അറിയാമല്ലോ വിശപ്പിൻ്റെയൊക്കെ കാരണങ്ങൾ. കാരണം അത്രമാത്രം ആത്മീയമൊന്നും ഇല്ലാത്തൊരാളും കൂടാണ് വാൽമീകി. അന്ന് കള്ളന്മാരുമായിട്ട് തട്ടിപ്പറിക്കുന്നവരുടെ വിവരമേ ഇല്ല. അദ്ദേഹം തന്നെ പറയും, വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി വന്നതാണ് ഞാൻ, വിവരമില്ലായിരുന്നു, എനിക്ക് അജ്ഞാനിയായിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും വിവരമുണ്ടോ? വിശപ്പുണ്ടെന്ന് മാത്രമേ അറിയാവൂ, ആരുടെ കയ്യിൽ നിന്നെങ്കിലും പിടിച്ചു പറിക്കണമെന്ന് മാത്രം അറിയാം, അല്ലാതെ യാതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് മുനിമാർക്ക് ഇത് കേട്ടപ്പോൾ മന്ദസ്മിതം ചെയ്ത സാധനം അവർ പറഞ്ഞു, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം, നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്കുക നീ. അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ, അവർക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്, മക്കൾ എനിക്ക് ഒത്തിരി ഉണ്ട്, അവർക്ക് നിത്യവൃത്തി കഴിക്കാൻ, അവർക്ക് വിശപ്പും ദാഹവും കൊണ്ട് അവർ വലയുന്നു, അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ എല്ലാ വഴിപോക്കരയിൽ നിന്നും പിടിച്ചു പറിക്കാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്നും അങ്ങനെ വാങ്ങാനാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, മന്ദസ്മിതത്തോട് പറഞ്ഞു, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം, നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ. ഞങ്ങൾ പറയുന്നത് കേൾക്ക്, നീ ചെന്ന് അവിടെ ചോദിക്കൂ. എന്താ ചോദിക്കുന്നേ? നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്ന് നീ ചെന്ന് ചോദിച്ചു വരുവോളം പിന്നീടും അത്രയും ഞങ്ങൾ നിസ്സംശയം. നീ ചെന്ന് ഞങ്ങൾ പറഞ്ഞ കേൾക്കും, നീ എന്ന് ചോദിക്കണം, മക്കളോടും ഭാര്യയോടും ചോദിക്ക്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഇത്രമാത്രം ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ട് നിങ്ങളും കൂടെ ഈ പാപങ്ങൾ ഈ ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാപങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ആ പാപങ്ങളുടെ പങ്ക് നിങ്ങളും കൂടെ വാങ്ങുമോ? പാപകർമ്മം ചെയ്യുന്നതിൻ്റെ പാപം അനുഭവിക്കണ്ടേ, അത് നിങ്ങളും കൂടെ പങ്കിട്ട് വാങ്ങിച്ചെടുക്കുമോ എന്ന് ചോദിച്ചിട്ട് വരുവോളം ഇവിടെ ഞങ്ങൾ നിന്നുകൊള്ളാം, ഒരു സംശയമില്ല, നീ പോയിട്ട് വാന്ന് പറഞ്ഞു. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്ന് മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഞാൻ പോയി മക്കളോടും ഒക്കെ ചെന്ന് ചോദിച്ചു എന്ന് എൻ്റെ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തേന്ന് പറഞ്ഞത് ശ്രീരാം ഭഗവാനോട് ഇപ്പോൾ പറയാണ്. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ, അവിടെ ചെന്ന് പറയുന്നതാണ്, ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി, തൽഫലമൊട്ടൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ? ആ പാപമൊക്കെ ഞാൻ തന്നെ പൂജിക്കുന്നു. മൽപാപം. അപ്പം ദുഷ്കർമ്മ സഞ്ചയം വെച്ചാൽ കൂട്ടം, ദുഷ്കർമ്മങ്ങളുടെ ഒരു ഭയങ്കര കൂട്ടം തന്നെ ചെയ്യുന്നു, സമുദ്രത്തോളം ചെയ്തു വെക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെയൊക്കെ അങ്ങനെയാണ് ഞാൻ വളർത്തുന്നത്, നിങ്ങളെ ഭരിച്ചു കൊള്ളുന്നു, നിങ്ങളെ കാത്തു രക്ഷിക്കുന്ന, ഇതൊക്കെ ചെയ്തിട്ട് ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് പാപകർമ്മങ്ങൾ ചെയ്താണ് നിങ്ങളെ ദിനംപ്രതി ഞാൻ രക്ഷിച്ചു കൊള്ളുന്നത്. തൽഫലം ഒട്ടൊട്ടും നിങ്ങൾ വാങ്ങിയിടുമോ? പാപമൊക്കെ ഞാൻ ചെയ്യുന്ന ഞാൻ, അതായത് വാൽമീകി ചെയ്യുന്ന പാപമൊക്കെ ഞാൻ തന്നെ പൂജിക്കുന്നു, ഞാൻ തന്നെ അനുഭവിക്കണോ? നിങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ കർമ്മങ്ങൾ, ഈ പാപകർമ്മം ചെയ്യുന്നത്, നിങ്ങൾക്ക് കൂടി അത് പങ്കിട്ടെടുക്കാമോ ഈ പാപം? അതോ ഞാൻ തന്നെ ഇതെല്ലാം വാങ്ങി തിന്നണോ, പൂജിക്കണോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, സത്യം പറയണമെന്ന് ഞാൻ ചൊന്നതിന് ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. ശ്രീരാമഭഗവാന് ചിരി വന്ന് കാണും. ഇതൊക്കെയാണ്
അന്ന് നടന്ന സംഭവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ചെയ്ത സംഭവമാണ്. പിന്നെ എത്രയോ തപസ്സിരുന്ന് പുറ്റായി പിന്നെ ഈ മഹർഷിമാർ തിരിച്ചു വന്ന് ഇങ്ങനെ ബ്രഹ്മജ്ഞാനി ആയതാണ്. അപ്പോൾ അന്ന് നടന്ന സംഭവം ശ്രീരാമഭഗവാനോട് പറയുന്നത് ആ നാമമാഹാത്മ്യത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ശ്രീരാമ ഭഗവാന്റെ നാമമാഹാത്മ്യം അത്രമാത്രം വലുതാണ്. ഇങ്ങനെയുള്ള ഞാനാണ് ഇന്ന് ഇങ്ങനെ ആയത് എന്നാണ്. അപ്പോൾ സത്യം പറയണമെന്ന് ഭാര്യയടുത്തും മക്കളടുത്തും ചോദിച്ചു. നിങ്ങളുടെ ഈ പാപം അനുഭവിക്കാൻ തയ്യാറാണോ? അത് സത്യം പറയണം. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. അവർ ഉത്തരമായി പറഞ്ഞു, നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ആ ചെയ്യുന്നവരാണ് കർത്താവ്. മറ്റുള്ളവർ അതിനകത്ത് യാതൊരു പങ്കുമില്ല. അവർ കഴിക്കുന്നു, അത് കൊണ്ടുകൊടുത്ത് കഴിക്കുന്നു എന്നല്ലാതെ അവരത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സുകൊണ്ട് പോലും അവരറിയുന്നില്ല. അപ്പോൾ അവരെങ്ങനെ പാപം അനുഭവിക്കും? ചെയ്യുന്നവനാണ് കർത്താവ്. കർത്താവിനാണ് കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക. അതുകൊണ്ട് അവർ പറഞ്ഞു കൊടുത്തു, ഒന്നും അറിഞ്ഞുകൂടെങ്കിലും സ്ത്രീക്ക് അറിയാം അത്രയൊക്കെ. കാരണം നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം, ഗുണമായാലും ദോഷമായാലും അതിൻ്റെ ഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ ചോദിച്ചു. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് നിങ്ങളല്ലേ അനുഭവിക്കുന്നത് ആത്മീയത്ത് അവർ ചോദിച്ചു. അല്ല മറ്റുള്ളവരെങ്ങനെ ഭുജിക്കാനാ? അത് അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിക്കും. ഇദ്ദേഹം ചെയ്ത് ഇദ്ദേഹം അനുഭവിക്കണം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയേ പറ്റത്തുള്ളൂ. അതാണ് നിയമം. അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ട് അവർ സ്ത്രീ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് കഴിച്ച് ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. ഞാനിപ്പോൾ ഈ കർമ്മം ചെയ്യുന്നു, ഈ രാമായണം വായിക്കുന്നു, അതും ഒരു കർമ്മമാണ്. എന്ത് ചെയ്താലും കർമ്മമാണ്. ഇത് വേറൊരാൾ, ഇപ്പോൾ എൻ്റെ മക്കളോ ഭർത്താവോ ഇതിൻ്റെ കർമ്മം അനുഭവിക്കാൻ പറ്റുകയില്ല. ഞാൻ തന്നെ അനുഭവിക്കാൻ പറ്റൂ, ദോഷമായാലും ഗുണമായാലും. അതുകൊണ്ട് നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ ചോദിച്ചു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക നീ വരൂ. അതുകൊണ്ട് അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിച്ചേ വരൂ. അത് ഗുണമായാലും ദോഷകർമ്മമായാലും എന്ത് വന്നാലും നന്മയായാലും തിന്മയായാലും ചെയ്യുന്നവർ തന്നെ അനുഭവിച്ചേ വരൂ. ഞാനും അത് കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചു ഓരോ തരം. ഇത്രയും ഭാര്യയുടെയും മക്കളുടെയും വായിന്ന് സത്യം പറയുന്ന കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കണ്ടേ. അവർ ദ്രോഹമൊന്നും പറയത്തല്ല. അവർക്ക് കൂടെ പങ്കിട്ടെടുക്കാൻ ഒക്കുമായിരുന്നെങ്കിൽ അവരത് എടുത്തുതരും. പക്ഷെ അങ്ങനെ നടക്കത്തില്ല. കർമ്മഫലം കർമ്മം ചെയ്യുന്നതിനെ അനുഭവിക്കുന്നത് അത് ലോക നിയമം തന്നെയാണ്. അപ്പോൾ അവർ മറ്റൊന്നും ചിന്തിച്ചിട്ടല്ല. അതാ അതിൻ്റെ അറിവ്. അതാണ് എത്രയോ നിങ്ങളോട് ഞങ്ങളോട് എടുത്തോളാം എന്ന് പറഞ്ഞാലും അത് കിട്ടൂല. ശരിയാ, ഞങ്ങൾ അനുഭവിച്ചോളാം, ഞങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ പോകും. ഇത് ചെയ്തവൻ്റെ തലയിൽ ഇത് വെച്ചേക്കുമല്ലയോ, മറ്റൊരു തല വേറെയാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഇത് കേട്ടപ്പോൾ ഞാനും അത് കേട്ട് ജാത നിർവേദനായി, അതായത് വിരക്തി തോന്നി. ഈ ചെയ്ത കർമ്മങ്ങളെല്ലാം കഷ്ടമായിപ്പോയല്ലോ പറഞ്ഞ അപ്പോഴേ വിരക്തി. മറ്റാരും അത് അനുഭവിക്കത്തില്ല, ഇദ്ദേഹത്തിന് തന്നെ അത് കിട്ടൂ എന്ന് മനസ്സിലായപ്പം സർവത്തിനോടും വിരക്തി തോന്നി. മനസ്സേ ചിന്തിച്ചു ഓരോ തരം അങ്ങ് ചിന്തിച്ചു. എത്ര നാളുകൊണ്ട് തുടങ്ങിയ കർമ്മഫലമാണ്, ഞാൻ എത്രമാത്രം അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ ചിന്തിച്ചപ്പോൾ താപസന്മാർ നിന്ന് അരുളുന്ന ദിക്കിന് താപേന ചെന്ന് നമസ്കരിച്ചിടിനേൻ. അങ്ങനെ മഹാമുനിമാര് സപ്തർഷികള് പറഞ്ഞ് നീ പോയിട്ട് വരുവോളം ഞങ്ങളിവിടെ നിൽക്കും എന്ന് പറയാൻ ഒരു സംശയം വേണ്ട. അദ്ദേഹം ചിന്തിച്ച് ഈ മുനിമാരടുക്കലേക്ക് വന്നു. എവിടാ നിൽക്കുന്ന ദിക്ക് സ്ഥലം, അവിടേക്ക് വന്ന്. എങ്ങനെയാ വന്നത്? താപേന, ദുഃഖത്തോടുകൂടിയാണ് വന്നേക്കുന്നത്, സന്തോഷമില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയവേദന വരുന്നത്. എന്താ കാരണം? അയ്യോ, ഞാൻ ഇത്ര നാളും ചെയ്തതെല്ലാം മഹാപാപമായിരുന്നു. നമ്മളും ചിന്തിക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ, ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലം ഞാൻ തന്നെയാണല്ലോ അനുഭവിക്കുന്നത്. ചില തന്തമാർ വീട്ടിൽ മക്കൾ പറയാം, അച്ഛാ എനിക്ക് കോഴിയിറച്ചി വേണമെന്ന്. ഒരു കോഴി ഇങ്ങോട്ട് പിടിക്കുക, അങ്ങ് കൊല്ലുക. മനസ്സിലാക്കണം, പാപം തിന്നാൻ നേരത്ത് പാപം ചെയ്തവൻ മാത്രമേ തിന്നത്തുള്ളൂ. മക്കൾ സന്തോഷമായിട്ട് ആഹാരം കഴിച്ച് രുചി അറിഞ്ഞ് വയറിറക്കും. പക്ഷേ കൊല്ലുന്നവൻ തന്നെ അനുഭവിക്കണം. തിന്നുന്നവർക്കും കുറച്ചുണ്ട്, കാരണം അവർക്ക് വേണ്ടിയാണല്ലോ ഇത് കൊല്ലുന്നത്. അതുകൊണ്ട് അല്പം അവർക്കും കിട്ടും. അതുകൊണ്ട് താപേന ചെന്ന് നമസ്കരിച്ചിട്ട് ഞാൻ അദ്ദേഹം ആ സപ്തർഷിയുടെ ചെന്ന് നമസ്കരിച്ചു. എന്നിട്ട് നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നതെന്നെ അന്ധകരണവും. ഈ മഹർഷിമാരുടെ സംഗമം കൊണ്ട് ആ സപ്തർഷികൾ 7 പേരും കൂടെ അദ്ദേഹത്തിന് ഒരു വാക്കുകൊണ്ട് സംഗമമായി. അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞ ജ്ഞാനം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി, അന്ധകരണത്തിൽ കയറി പതിച്ചു. അങ്ങ് മനസ്സിലാക്കി. ദുഃഖം വന്നു, സങ്കടം വന്നു. അപ്പോൾ എന്താ അനുഭവിക്കണമല്ലോ എന്നൊരു ചിന്ത.
എല്ലാത്തിൽ നിന്നും വിരക്തനായി, ത്യജിച്ചു. എന്ത് തോന്നി അദ്ദേഹത്തിന്? വിരക്തി തോന്നി. ഇതൊന്നും വേണ്ടാന്ന് തോന്നി. നിത്യ തപോധന സംഗമം, കാരണം തപോധനന്മാരുടെ സംസർഗം, ആ മഹർഷിമാർ നന്മ പറഞ്ഞു കൊടുത്തു. അത് നമ്മളും മനസ്സിലാക്കി കൊടുക്കണം. ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്കും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അനുഭവിച്ചോട്ടെന്ന് ചിന്തിക്കണം. പറയാനുള്ളത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആർക്ക് വേണം നമുക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്ത് കേട്ടില്ലേ പിന്നെ പോട്ടെ, പറയാതിരുന്നാൽ പാപമല്ലേ. അതുകൊണ്ട് സപ്തർഷികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. കാരണം സപ്തർഷികൾ ആരാ? പരമാത്മാവാണ്. അവരെ ഉള്ളിൽ പരമാത്മാവ് കൂടുതലുണ്ട്, നമ്മളിലൊക്കെ അല്പമേ ഉള്ളൂ. ജീവാത്മാന്ന് പറയുന്നത് അവരിൽ ഏറി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം അവർക്ക് വേദനയുണ്ട്. ഒരു കുട്ടി നശിച്ചു പോകുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് സങ്കടമുണ്ട്. കർത്താവായ യേശു തമ്പുരാനും അതുപോലെ സങ്കടമുണ്ട്. എന്താ, 99 നീതിമാന്മാരെയും കളഞ്ഞിട്ട് ഒരു പാപിയുടെ പുറകെ പോയി ഒന്നുപോലും നശിച്ചു പോകരുതെന്നുള്ള വിഷമം ഒരു യഥാർത്ഥ സജ്ജനത്തിനെ ഉണ്ടാകും. സജ്ജനം എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരക്കാരനല്ല. ഒരു സജ്ജനം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന് തുല്യക്കാരാ അവര്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള തപോധന സംഗമം കൊണ്ട് ശുദ്ധമായി വന്നത് തന്നെ അന്ധകരണവും. അദ്ദേഹത്തിന് മനസ്സിൽ മറ്റെല്ലാത്തിനും വിരക്തി വന്നിട്ട് മനസ്സിന് ശുദ്ധത തോന്നുന്നു. നന്മ ചെയ്യണമെന്നും സൽക്കർമ്മം അനുഷ്ഠിക്കണമെന്നും ഈ സപ്തർഷികളെ പോലെ ആകണമെന്നൊക്കെ അദ്ദേഹം ഉടനെ പെട്ടെന്നാണ് ഒരു ദിവസം ഒരു സമയം കൊണ്ട് ഒരു വാക്കുകൊണ്ട് അദ്ദേഹം മാറി തിരിഞ്ഞു. എല്ലാം തിരിച്ചു വന്നു. അപ്പോൾ എന്താ? അനുസരണ. അതാണ് ഏറ്റവും ഭക്തം. കാരണം ഇവിടെ മഹർഷിമാർക്കുള്ള സന്തോഷം കാണാൻ അനുസരണ അത്രമാത്രമാണ്. അത് കേട്ടപ്പോൾ ഉടനെ പോയി ചോദിച്ചു വന്നു. സാഷ്ടാംഗം വീണ് മഹർഷിമാര് ശുദ്ധമായി വന്നത് എന്നെ അന്ധകരണം. എന്താ? ഹൃദയശുദ്ധി വന്നു. ഇനി തെറ്റ് ചെയ്യത്തില്ല. എല്ലാത്തിനും വിരക്തിയായി. എന്താ? സംഗമം, സജ്ജന സംഗമം. ഇങ്ങനെയുള്ള സംഗമാ വേണ്ടേ. സജ്ജനം എന്ന് പറഞ്ഞാൽ ഭാഗവതോ രാമായണോ വായിച്ചു എന്ന് കരുതി സജ്ജന ആകണമെന്നില്ല. അവരതിൻ്റെയൊക്കെ പഠിച്ചെടുക്കുക. അപ്പോൾ സജ്ജന ആകത്തില്ല. മറ്റുള്ളവർക്ക് വേദനിച്ച് വിഷമിച്ച് മറ്റുള്ള നന്നാക്കണം എന്നുള്ള സ്വഭാവം ഇത് വായിക്കാത്തവർക്കും കാണും ഉള്ളിൽ. കഴിഞ്ഞ ജന്മത്തിൻ്റെ ഒരു സുഹൃതം കൊണ്ട് ചില സാധുക്കളായ ഭക്തന്മാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ കൂടി അയ്യോ ആ കുട്ടി ദോഷം ചെയ്യുന്നു, അത് നശിച്ചു പോവുകയാണ്, വേദന വരും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്താ? ഒരു കുട്ടി നശിക്കുന്ന ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തനായ അയാൾ. അങ്ങനെയുള്ളവരാണ് സജ്ജനം. ഭാഗവതോ രാമായണോ വായിച്ചു പഠിച്ചു എന്ന് കരുതിയിട്ട് സജ്ജനാവണമെന്നില്ല. അറിവില്ല ഉള്ളിൽ എന്താ വേണം? മറ്റുള്ള കുട്ടിയും നമ്മുടെ കുട്ടിയും ഞാനും നീയും എല്ലാം ഏകമാണ്, ഒന്നാണ്. ഞാൻ നശിക്കുന്നത് തന്നെയാണ് ആ കുട്ടി നശിക്കുന്നത് നമ്മൾ കാണും. അങ്ങനെയുള്ള സജ്ജനങ്ങളാണ് നമുക്ക് സംഗമം വേണ്ടുന്നത്. അതാണ് സംഘം, അതാണ് സജ്ജനം. ഇവിടെ സപ്തർഷികൾക്ക് അങ്ങനെയുള്ള സജ്ജനമാണ്. അതുകൊണ്ട് നിത്യ തപോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നത് എന്നെ അന്ധകരണവും അദ്ദേഹത്തിന് ശുദ്ധത വന്നു. ആക്കാ വാൽമീകിക്ക് തെക്കുദ്വാധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധോ. എല്ലാം കളഞ്ഞു. ധനുസ്, അത് വില്ലും അമ്പും എല്ലാം ദൂരെ കളഞ്ഞിട്ട് ഞാൻ വാൽമീകി ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധവും. മഹർഷിമാരുടെ പാദസന്നിധം അടുത്ത് നിന്ന് പാദത്തിൽ വീണ് നമസ്കരിച്ചു. മറ്റതെല്ലാം ദൂരെ കളഞ്ഞു. വിരക്തി വന്ന എല്ലാത്തിൽ നിന്ന്. ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, കൊല എല്ലാം കളഞ്ഞു. വില്ലും അമ്പും ഒക്കെ ദൂരെ കളഞ്ഞിട്ട് ആ മഹർഷിമാരുടെ സപ്തർഷിമാരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദുർഗതി സാഗരെ മഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാ. എന്നിട്ട് പറഞ്ഞു, കാൽക്കൽ വീണ്ടും പറയുന്നെന്താ? ദുർഗതി സാഗരെ, സാഗരം സമുദ്രം, ദുർഗതി ദുഷ്കർമ്മം സാഗരം പോലെ ഞാൻ ചെയ്ത് അത്രത്തോളം കണക്കില്ലാതെ വെണ്ണം. സമുദ്രത്തിന് കണക്കുണ്ടോ? സമുദ്രത്തിലെ വെള്ളത്തിന് കണക്കില്ല. അതുപോലൊരു കണക്കില്ലാതെ വണ്ണം ഞാൻ ദുഷ്കർമ്മങ്ങൾ ചെയ്തേൻ. അതിൽ ഞാൻ മുഴുകിപ്പോയി, ഭക്തനായി. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞുപോയി. അതിൽ തന്നെ അങ്ങ് മുഴുകിപ്പോയി. അതിൽ നിന്ന് തന്നെ കരകയറ്റുക, നിർഗമിച്ചുക, എന്നെ അതിൽ നിന്നെല്ലാം ഉദ്ധരിച്ചെടുക്കുക. നിർഗമിക്കാതെ വെച്ചാൽ ഈ ദുർഗതിയിൽ നിന്നെല്ലാം സജ്ജനമാക്കി എടുക്കുക. അങ്ങനെ വേണമേ കരുണാത്മനാ എന്ന് ആ മഹർഷിമാരടുത്ത് നിന്ന് പറഞ്ഞിട്ട് രക്ഷിച്ചു കൊള്ളണമേ എന്ന് ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാ. അപ്പോൾ രക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദുർജനമായാലും അങ്ങനെ പ്രാർത്ഥിക്കാൻ മഹാത്മാക്കൾ എന്ത് ചെയ്യും? മഹാത്മനാ രക്ഷണം എന്ന് പറയുമ്പോൾ അത് ഭൂഷണമാണ്, അവർക്കത് സന്തോഷമാണ്. അത് അത്ര ആനന്ദമാ. മഹർഷിമാരപ്പം ചിന്തിച്ചു, അയ്യോ ഇത്രയും ദുഷ്കർമ്മം ചെയ്ത ഈ മനുഷ്യൻ, ഈ വാൽമീകി, കാട്ടാളനായിരിക്കുന്ന വാൽമീകി ഇത്രയും പെട്ടെന്ന് വന്ന് ഇങ്ങനെ ശരണാഗതി അടഞ്ഞു. അപ്പോൾ എന്തൊരാനന്ദം മഹർഷിമാർക്ക്. അങ്ങനെയുള്ള ഹൃദയം അപ്പോൾ തന്നെ ഭൂഷണമാ അവർക്ക് രക്ഷിക്കാൻ.
അതാ വേണ്ടുന്നത്. അതുകൊണ്ട് മഹാത്മാക്കളായ ഈ സജ്ജനമായിരിക്കുന്ന ഈ മഹർഷിമാർ അത് എന്തു പറഞ്ഞപ്പോൾ സ്പഷ്ടമിത്യുക്ത പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരരുൾ ചെയ്തു. പാദങ്ങളിൽ വീണ ആ വാൽമീകിയെ എഴുന്നേൽക്കുക, നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതാ പതിതം പാദാന്തികെ ദൃഷ്ട മുനിവരന്മാരരുൾ ചെയ്തു പറഞ്ഞു. ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠതേ സന്തതം. അതാണ് സ്വസ്തിസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. അതാണ് സ്പഷ്ടം ഇത്യുക്ത പതിതം പദാന്തികെ. പാദത്തിൽ വീണ ഈ ദൃഷ്ട്വ മുനിവരന്മാർ കണ്ടിട്ട് പറഞ്ഞു. ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠതേ സന്തതം സ്വസ്തിസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദൈവാസ്തുത വെച്ചാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ അവർ ആ പാദത്തിൽ വീണ അദ്ദേഹത്തിനെ കണ്ടിട്ട് എഴുന്നേൽക്കൂ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. അത്രമാത്രം ആനന്ദം ഈ സപ്തർഷികൾക്കുണ്ടായി. എല്ലാവരും ഇത് മനസ്സിലാക്കണം. അത്രത്തോളം അനുസരണയാണ്. നമ്മുടെ മക്കൾക്ക്, നമുക്ക് കുട്ടികൾക്കൊന്നും അറിയില്ല, അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മേ ഇനി എങ്ങനെയാണ്, എന്താ ഇനി വേണ്ടത്, നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തോ അമ്മേ, അല്ലെങ്കിൽ ഒരു സഹോദര അല്ലെങ്കിൽ ഒരു അന്യ കുട്ടി അപ്പുറത്തുണ്ട്, അവർ അത് കേൾക്കുക എന്ന് പറയാൻ എന്തൊരു ആനന്ദം ആ പറഞ്ഞു കൊടുക്കുന്ന ആ മഹാത്മാവിന്. ഇവിടെ അതാ സംഭവിച്ചത്. ഒരു ദുഷ്ട മനസ്സോടെ ഈ വാൽമീകിക്ക് ഒരു വാക്ക് പറഞ്ഞ് നീ ചോദിച്ചിട്ട് വാ എന്ന് മാത്രം പറഞ്ഞ് ഞങ്ങളിവിടെ നിന്നോളാന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നപ്പോൾ സർവ്വതും ദൂരെ തിരിച്ച് ഈ അമ്പും മില്ലും എല്ലാം ദൂരെ കളഞ്ഞിട്ട് ഇതെല്ലാം വിരക്തി വന്നു, എല്ലാം തിരിച്ചു ദൂരെ കളഞ്ഞു. ഇതെല്ലാം ചപ്പും ചവറുമാന്ന് എണ്ണി, ഭാര്യയും ചപ്പ്, മക്കളും ചപ്പും ചവറും. അപ്പോൾ അവിടെ എന്ത് വന്നു? അവർക്ക് ആനന്ദമുണ്ടായി. ഇത് കേട്ടല്ലോ, പറഞ്ഞ അനുസരണ ഉണ്ടായല്ലോ. അനുസരണയാണ് എല്ലാത്തിനും മഹിമ. പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അതൊരു ഗുരുത്വമാണ്. അപ്പോൾ തന്നെ അവിടെ പരമാത്മാവിൻ്റെ അനുഗ്രഹം ഉടനെ അവിടെ വന്നിരിക്കും. സപ്തർഷികൾ കൂടി ഈശ്വരൻ അവിടെ അനുഗ്രഹം കൊടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് അവർ പറഞ്ഞു, സന്തോഷത്തോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി. ഇതൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ മനസ്സിലിരിക്ക് സന്തോഷം, എന്ത് ആനന്ദമാണെന്ന് അറിയാമോ ഇത് വായിക്കുമ്പോൾ. പ്രത്യേകിച്ച് സന്ധ്യനാമം ചൊല്ലുന്നതിനേക്കാൾ എത്രയോ നല്ലതാ. സന്ധ്യ ചൊല്ലിയ അർത്ഥം അറിയാതെ ചൊല്ലുമ്പോൾ ഒന്നും അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. ഇത് മനസ്സിലറിഞ്ഞു വരുമ്പോൾ നമ്മളൊരു ഭക്തനായി മാറും. വാൽമീകി എങ്ങനെ മാറി? അതുപോലെ രാമായണം അത്രമാത്രം ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതുപോലെ ആടെ ഹൃദയത്തിലാണ് പരമാത്മാവിന് ഇരിക്കാൻ വാസസ്ഥലം. ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ അത് എങ്ങനെയുള്ള ഹൃദയമാണെന്ന് ഇത് കിടക്കുന്നത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചു. എന്തൊരു ആനന്ദം അതിൽ കൊള്ളുന്നത്. കാരണം എന്താ, അങ്ങനെ ഒരാൾ, അങ്ങനെ ഒരു ഭക്തൻ അങ്ങനെയാണെങ്കിൽ ആനന്ദ നിർവൃത്തി ഒത്തിരി കൂടും, ഭക്തി വർദ്ധിച്ചു കൂടാ. അയ്യോ അങ്ങനെയാണോ ഭഗവാനെ, എന്നാൽ എൻ്റെ ഉള്ളിൽ ഭഗവാൻ കാണുമല്ലോ. ഇങ്ങനെ ആനന്ദ നിർവൃത്തി നമുക്ക് എത്രമാത്രം ആനന്ദം ഉണ്ടാകുന്നത്. അതുപോലെയാണ് ഈ അനുസരണ. ഈ വാൽമീകി അനുസരണയോടുകൂടി പോയി ചോദിച്ചുകൊണ്ട് താപത്തോട് ദുഃഖത്തോടു കൂടി വന്നാണ് ഇവിടെ അവിടെ പാദത്തിൽ വീണ് എന്നെ രക്ഷിക്കണമേ, ഞാൻ ഒരുപാട് ദുഷ്കർമ്മം ചെയ്തു പോയി, സാഗരം പോലെ, അതിൽ നിന്ന് എന്നെ നിർഗമിക്കണം, അതിൽ നിന്നല്ല എന്നെ ഉദ്ധരിച്ച് എന്നെ നേർവഴിക്കണം നടത്തണമേ എന്നും പറഞ്ഞ് പാദത്തിൽ വീണ ആ ഒരു വ്യക്തിയെ, ആ വാൽമീകിയെ തള്ളിക്കളയോ ഒരു മഹാത്മാവ്? നന്നാക്കി എടുക്കത്തില്ലേ? അതുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് മംഗളം ഭവിക്കട്ടെ. നമ്മൾ ഓരോരുത്തരായി ഇങ്ങനെ മംഗളം ഭവിക്കണ വാക്ക് കേൾക്കണം ഒരു സജ്ജനത്തിൻ്റെ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.